വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണാനിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരു തുടർ പ്രതികരണമൊക്കെ പ്രതീക്ഷിക്കാമോ? ഈ വിഷയത്തിൽ അതായത് NSSുമായി SNDP കൈകോർക്കുന്ന വിഷയത്തിൽ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് കൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും, 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട്, എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും SNDPയുമായി കൈകോർക്കാൻ തയ്യാറാണെന്നാണ് NSSന്റെ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിഷയത്തിൽ SNDPയുടെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അമൃത, ഇപ്പോൾ എത്ര മണിക്കാണ് വാർത്താ സമ്മേളനമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് ഫൈസൽ? 11 മണിയോടുകൂടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. 11 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിലാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് വെറും അരമണിക്കൂർ മാത്രമാണ്. ആ വിഷയത്തിൽ എന്താണ് SNDPയുടെ നിലപാട്, അല്ലെങ്കിൽ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറയാൻ പോകുന്നത് എന്നുള്ള സംബന്ധിച്ചൊരു നിർണായക കാര്യം തന്നെയാണ്. അമൃത, ശരി. സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് രണ്ട് സംഘടനകളും എത്തുന്നതെങ്കിൽ ഇത് സാമുദായിക സൗഹൃദത്തിന് എത്രത്തോളം ഗുണം ചെയ്യും സുനിൽ? സാമുദായിക സൗഹൃദത്തിനൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അതിൻ്റെ സമുദായ നേതാക്കൾ തമ്മിൽ കൈ കൊടുക്കുമ്പോൾ അതിന് വലിയ തോതിലുള്ള ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ നേരത്തെ മുരളി പറഞ്ഞതുപോലെ അത് നല്ലതാണ്, അതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഐക്യത്തെ രണ്ട് കക്ഷികളും വളരെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഞാൻ നേരത്തെ അതിനകത്ത് പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. അത് ആർക്ക് ഗുണം ചെയ്യും, ആ കൈ കൊടുക്കൽ ആർക്ക് ഗുണം ചെയ്യുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. NSS കഴിഞ്ഞ കുറേ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഒരു സമദൂര നിലപാട് എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ സമദൂര നിലപാട് അവർ പ്രഖ്യാപിക്കുമ്പോഴും UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് പല ഘട്ടത്തിലും അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനും ആവില്ല. അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന NSS SNDPയുമായി കൈകോർക്കുന്നതോടുകൂടി SNDPയുടെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടിനോടുകൂടിയാണോ അവർ കൈ കൊടുക്കുക എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വന്നാൽ അത് സ്വാഭാവികമായും UDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും ഇവിടെ തെക്കൻ കേരളത്തിലുമൊക്കെ SNDPക്കും NSSനുമൊക്കെ വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് NSSന് വലിയ സ്വാധീനമുണ്ട്. വടക്കൻ കേരളത്തിലേക്ക് എത്തിയാൽ SNDPക്ക് വലിയ സ്വാധീനമുണ്ട്. അങ്ങനെ ഈ രണ്ട് സമുദായ സംഘടനകൾക്കും വലിയ സ്വാധീനമുള്ളൊരു ഘട്ടത്തിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കൂടിയാണ് NSS കൈ കൊടുക്കുന്നതെങ്കിൽ ആ രണ്ട് കക്ഷികളുടെ യോജിപ്പ് സ്വാഭാവികമായും UDFന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുമാത്രമല്ല, വെള്ളാപ്പള്ളി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരുമ്പോൾ അതിനെ ഭയക്കണം. കാരണം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനം ആ ഭരണത്തിലുണ്ടാകും. ഭൂരിപക്ഷ സമുദായങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും, അവർക്ക് വലിയ ഭീഷണി ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തെ പക്ഷേ പൂർണ്ണമായും തള്ളിപ്പറയാൻ ഏതെങ്കിലും ഘട്ടത്തിൽ CPMോ LDFിലെയോ മറ്റേതെങ്കിലും ഘടകകക്ഷികളോ തയ്യാറായിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി ഉയർത്തുന്ന ഈ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്ന് കാത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ LDF ചെയ്യുന്നത്, CPM ചെയ്യുന്നത്. അത് മൂന്നാം ഭരണത്തിലേക്ക് ഗുണം ചെയ്യുമോ എന്നതാണ് അവരതിനെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആവുമ്പോഴും മറുഭാഗത്താവട്ടെ UDFിലേക്ക് വന്നാൽ, പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് വന്നാൽ, കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾക്ക് ഈ രണ്ട് സമുദായ സംഘടനകളുമായി വളരെ അടുത്ത് വ്യക്തിപരമായ ബന്ധമുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഈ ഘട്ടത്തിൽ ഒന്നും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലായാലും ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലിപ്പോൾ വെള്ളാപ്പള്ളി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഈ അടുത്ത ഘട്ടം വരെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം വരെ VD സതീശനെയാണ്, പ്രതിപക്ഷ നേതാവിനെയാണ്. VD സതീശനെതിരെ വലിയ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. VD സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പക്ഷേ VD സതീശനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാലും അതിനെ ഭയക്കേണ്ടുന്ന സാഹചര്യം നിലവിലില്ല. കാരണം സമുദായ നേതാക്കളുടെ തിട്ടൂരം അനുസരിച്ചല്ല കേരളത്തിലെ അവരുടെ സമുദായ അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതേതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇനിയിപ്പോൾ NSS അങ്ങനെ ഒരു പരസ്യ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. ഇനി അഥവാ അങ്ങനെ സ്വീകരിച്ചാൽ പോലും അത് വലിയ തിരിച്ചടിയാവില്ല എന്നവർ പറയുന്നു. കാരണം നേരത്തെ പ്രശാന്ത് ഇവിടെ മത്സരിക്കുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സമയത്ത്
NSS അതിശക്തമായ രീതിയിൽ പരസ്യമായി തന്നെ പ്രശാന്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയും LDF-നെതിരായി നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പ്രശാന്തിന് വോട്ട് ചെയ്യരുതെന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ പരസ്യമായി അണികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടായിരിക്കും NSS അങ്ങനെ പരസ്യമായി ഒരു പ്രഖ്യാപനം തന്നെ നടത്തിക്കൊണ്ട് ഒരു പ്രചരണം നടത്തുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവിൻ്റെ പ്രഖ്യാപനം അണികൾ ഏറ്റെടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കില്ല എന്നതാണ് UDF നേതൃത്വത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ രണ്ട് സമുദായ സംഘടനകളുടെ ഐക്യമെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അനധിവിദൂര ഭാവിയിൽ വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില അനുരണനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട കാര്യം ഈ വിഷയത്തിൽ സുകുമാരൻ നായരുടെ നിലപാടിനൊപ്പം വെള്ളാപ്പള്ളി നിൽക്കുമോ എന്നാണ്. വെള്ളാപ്പള്ളി അത് തന്നെയാണ്, സമവാക്യങ്ങൾ മാറുകയാണോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.